ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ജെഇ പേപ്പർ 1 പലപ്പോഴും പല പരസ്യം കാണാറുണ്ട്, അല്ലെങ്കിൽ പലരും പല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ 100% എന്നൊക്കെ കാണുമ്പോൾ 100% ക്വസ്റ്റ്യൻസ് ആണ് ശരിയാക്കിയത് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും 100% ക്വസ്റ്റ്യൻസ് ശരിയാക്കാനായിട്ട് അധികം കുട്ടികൾക്ക് സാധിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇതൊരു ടോപ്പ് കോമ്പറ്റീഷൻ എക്സാം ആണ്, BRക്കിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം കൂടിയാണ്. അപ്പോൾ മാത്സ് അതിലെല്ലാ ക്വസ്റ്റ്യനും ശരിയാക്കുക എന്നുള്ളൊരു ഇതിലെല്ലാം നമ്മൾ പോകേണ്ടത്. നമുക്ക് പറ്റുന്ന അത്ര ക്വസ്റ്റ്യൻസുകൾ ശരിയാക്കണം. അത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, പക്ഷെ നെഗറ്റീവ് വരുത്തരുന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം ഹോളിൽ കയറിയതിനു ശേഷം ഈ മാത്സ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ടെൻസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും മറ്റ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സ് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ പോലും ഓരോന്നിനും ഓരോ ടൈം മാനേജ്മെന്റ് ടൈം കൊടുത്ത് അതാത് ടൈമുകളിൽ തന്നെ അതാത് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാം. അതിൽ തന്നെ മാത്സ് ടഫായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മാത്സ് എപ്പോഴും ടഫ് തന്നെ ചോദിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഇല്ലാതെ തന്നെ എക്സാമിനെ നേരിടണം. അതാണ് ജെഇ പേപ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഓക്കെ, താങ്ക് യു.